കൃഷ്ണന്റെ മരണശേഷം 84 വയസ്സിന്റെ മരണശേഷമാണ് കലിയുഗ ആരംഭം. MT വാസുദേവൻ നായർ ആ കഥയിൽ രണ്ടാം എഴുത്തിൽ പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമൂർത്തിയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും. അതുപോലെ ധർമ്മശാസ്താവിന്റെ അവതാരമൂർത്തിയാണ് സ്വാമി അയ്യപ്പൻ. രണ്ടാണ്. ഒരാൾ ശനിയുടെ ആധിക്യമാണെങ്കിൽ ഒരാൾ ബുധന്റെ ആധിക്യം. ശനി ശിവനെയും പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. അപ്പോ ഈ ദൈവങ്ങൾക്കും ഉണ്ടോ ഗ്രഹപ്പിഴയൊക്കെ? പിന്നെ തീർച്ചയായിട്ടും ഗ്രഹപ്പിഴ വരുന്ന ഗ്രഹനിലയുണ്ട് ദൈവങ്ങൾക്ക്. ശനിയുടെ ഒരു ഇതെന്ന് പറയുന്നത് ശിവനെ പിടിക്കാൻ പോയപ്പോഴാണ് ശിവൻ 2.5 നാഴിക എഗ്രീഡ് ചെയ്യും. 7 വർഷം വേണ്ട, അങ്ങനെ കുറച്ച് 2.5 നാഴിക 7 നാഴിക എന്തോ സമയം ചോദിക്കും. 7 നാഴിക എന്നുള്ള ഓർമ്മ. ഇതെല്ലാം നമ്മളെ പുരാണ കഥകളാണ്. ഇതൊക്കെ ഉൾക്കൊള്ളണം എന്ന് വെച്ചാൽ ഓരോ പാഠമാണിത്. ഇതിപ്പം ചിലർ പറയില്ല അവരതൊക്കെ അന്ന് ഭാവനയിൽ എഴുതിയതാണ്. മഹാഭാരതത്തിലുള്ള ക്യാരക്ടർ മൊത്തം എന്നുണ്ട് ഇല്ലേ? ശകുനിയുടെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട്. പിന്നെ അർജുനൻ്റെ, നകുലൻ്റെ, സഹദേവൻ്റെ ഓരോന്നും ഓരോ പ്രത്യേകമാണ്. ഓരോ ക്യാരക്ടറും അതിൽ ശ്രീകൃഷ്ണൻ്റെ, അതുപോലെ തന്നെ ഭീഷ്മറിൻ്റെ ഓരോ ക്യാരക്ടറിൽ ചില കാരണവന്മാരൊക്കെ ചില കുടുംബങ്ങളിലുണ്ട്. വർഷങ്ങളായിട്ട് അവർ ജീവിച്ചിരിക്കും. ഇപ്പോൾ ഒരു അപ്പൂപ്പൻ 103 വയസ്സായി. 103 വയസ്സ് നല്ല ആരോഗ്യവാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സത്യമാണ്. പ്രായമായിരിക്കുന്നവർ അവർ ആ കാരണവർ ഭീഷ്മാചാര്യ എന്ന് പറയുന്നത് പിതാമഹൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ശിവനെ ഇങ്ങനെ 2.5 നാഴിക പിടിച്ചെന്ന് കണക്കെന്ന് പറഞ്ഞാൽ ശിവൻ എലിയായിട്ട് അമ്പലത്തിൽ തന്നെ ഒളിക്കും. അത് എവിടെ? അഭിഷേകം നടന്ന് പുറത്തോട്ട് വരുന്ന ആ ഹോളിലാണ് പോയി ഒഴിക്കുന്നത്. ഒളിച്ചിരിക്കുമ്പോഴായിരിക്കും പോറ്റി അഭിഷേകം വെള്ളം പോകണില്ല, എന്തോ അടവ് പുള്ളി കമ്പിട്ട് റെഡിയാക്കി വിടും ഭഗവാനെ. ആ 2.5 നാഴിക അതിനകത്ത് കിടന്ന് ദുരിതം. അപ്പോൾ സംഭവിച്ചു കൊടുക്കണം, നീ ന്യായാധിപനാണ്, നീ എനിക്ക് 2.5 നാഴിക തന്നു, ആ 2.5 നാഴിക എനിക്ക് 7 വർഷത്തിൻ്റെ ഫലം കിട്ടി. ഇങ്ങനെ ഒരു കഥ ഉണ്ട്. ഹനുമാനെ പിടിക്കില്ല എന്നൊരു കണക്കുണ്ട്. ഹനുമാൻ നമുക്കിപ്പം ശനി പ്രീതിക്ക് നമുക്ക് ഹനുമാന് വെറ്റിലമാല കൊടുക്കുന്നത് വളരെ പ്രത്യേകമാണ്. അത് ധനുക്കൂറുകാർ. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം എന്ന ആൾക്കാർ 5-ാം ഭാവാധിപനായ കുജൻ്റെ, അതായത് ഹനുമാൻ്റെ ഒരു പ്രത്യേകത വിനയം, ബലം, ഭക്തി, ഇങ്ങനെ 5 കാര്യം പറയുന്നുണ്ട്. അത് ഒരു ദാസൻ ശ്രീരാമൻ അത്രത്തോളം ഭഗവാനെ സ്നേഹിച്ച് മാറ് പിളർന്നാണ് കാണിക്കുന്നത്. സീതാദേവിയുടെ ഭഗവാന്റെ കൂടെ സീതാദേവി ഇരിക്കുന്നത് ലക്ഷ്മണൻ ഉൾപ്പെടെ നെഞ്ചിനകത്തുണ്ട്. മാറ് പിളർന്ന് ചിലർ പറഞ്ഞല്ലേ മാറ് പിളർന്ന് കാണിക്കണോ എന്ന് വിശ്വസിക്കുക. അത് ഉദ്ദേശം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമി ഉദ്ദേശിച്ചാണ്. ഭയങ്കര ഭക്തിയാണ്, ബലവാനാണ്, വിനയനാണ്. അതുപോലെ 5 കാര്യം. അത് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു കടലാസിൽ എഴുതി കൊണ്ടുവന്നു. ഏത് ഗ്രഹനില, ഈ പുള്ളിക്ക് എപ്പോഴാണ് വിവാഹം. നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്കറിയാമല്ലോ. നമ്മൾ നോക്കിയപ്പോൾ ആരുടെ ലഗ്നത്തിൽ കുജൻ, മേട ലഗ്നം, ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ നോക്കിയപ്പോൾ ഹനുമാൻ്റെ ജാതകം. എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ കേട്ട് ഞാൻ ആരുടെ അടുത്ത് കളിക്കണമെന്ന് കേട്ട് എന്നെ പരീക്ഷിക്കാൻ വന്നതാണ്. വളരെ മോശമായി പോയി. ഇതൊരു ദൈവത്തിൻ്റെയാണ്. അതായത് നമ്മൾ ആചാര്യന്മാർ അന്നത്തെ കാലത്ത് ശ്രീകൃഷ്ണൻ്റെ ജാതകമുണ്ട്, സ്വാമി അയ്യപ്പൻ്റെ ജാതകമുണ്ട്. ഇതൊക്കെ വളരെ പ്രത്യേകതയുള്ള ജാതകമാണ്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഡീപ്പായിട്ട് നോക്കുമ്പോൾ അതായത് നല്ല ഒരു നയതന്ത്രജ്ഞൻ ആര്? ശ്രീകൃഷ്ണൻ. അത് 2-ാം ഊഴത്തിൽ MT വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട്. അതായത് ലോകരാജ്യങ്ങളിൽ വെച്ചിട്ട് നമ്മളെ പുരാണം എന്ന് പറയുന്നുണ്ട്, നടന്ന സംഭവമാണ്. 5000 ഇപ്പം കൃഷ്ണാബ്ദം എന്ന് പറഞ്ഞാൽ 5028-ാം വർഷം കണ്ടായി കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ട്. കൃഷ്ണൻ്റെ മരണശേഷം 84 വയസ്സിൻ്റെ മരണശേഷമാണ് കലിയുഗത്തിൻ്റെ ആരംഭം. MT വാസുദേവൻ നായർ ആ കഥയിൽ 2-ാം ഊഴത്തിൽ പറയുന്നത് നല്ല ഒരു നയതന്ത്രജ്ഞൻ. അത് എന്താണ് ആ ജാതകത്തിൽ വരും, അതിൽ കാണാൻ സാധിക്കും നമുക്ക്. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിൽ ഇടവ ലഗ്നം, ഇടവ രാശി ശ്രീകൃഷ്ണൻ. ശ്രീരാമൻ കർക്കിടക ലഗ്നം, കർക്കിടക രാശി. അപ്പോൾ രാശി ലഗ്നവും വരുന്നത് അപൂർവമാണ്. ഇപ്പം ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ എന്താണ്, ഞാൻ മീനരാശിയാണ്, ലഗ്നം മീനം, അത് മാറി വരും. അപ്പോൾ ശ്രീരാമൻ്റെയും ജാതകത്തിൽ കർക്കിടക ലഗ്നവും കർക്കിടക രാശി ശ്രീരാമൻ, ഇടവ ലഗ്നം, ഇടവ രാശി ശ്രീകൃഷ്ണൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബുദ്ധിസ്ഥാനം 5-ാം ഭാവം. ബുധൻ ബലവാനായിട്ടിരിക്കുകയാണ്, ഉച്ചനായിട്ട് ഭയങ്കര ബുദ്ധിമാനാണ് ശ്രീകൃഷ്ണൻ. 7 ശനി. ശ്രീകൃഷ്ണന് ഇപ്പം ഭഗവാനായിട്ട് നമ്മളിപ്പം ഗുരുവായൂർ തൊഴുമ്പോൾ ശ്രീകൃഷ്ണന് ഇഷ്ടം കൂടുതലും വൃദ്ധസദനങ്ങൾ ആളുകളാണ് ഭയങ്കര ഇഷ്ടം. അതിന് പുരാണ കഥ എടുക്കുകയാണെങ്കിൽ കുരൂരമ്മയുടെ കഥ എടുക്കാം.
അമ്മമാർ. കുഞ്ഞമ്മയൊക്കെ ബാലനായിട്ട് വന്ന് ദർശനം കൊടുത്ത ആളാണ്. മറ്റുള്ളവരെക്കാളും പ്രായമായവരെയാണ് ശ്രീകൃഷ്ണൻ. അത് എന്താണ് അതിൻ്റെ കാരണം? 7ലാണ് ശ്രീകൃഷ്ണൻ്റെ 7ാം ഭാവം ശനി, വൃശ്ചികത്തിൽ ശനിയുടെ സ്ഥിതി, രാശിയിൽ ചന്ദ്രൻ, ലഗ്നം 5ൽ ബുധൻ, വളരെ പ്രത്യേകത. പിന്നെ സ്വാമി അയ്യപ്പൻ്റെ ആണെങ്കിൽ അതേ ഇടവ ലഗ്നം, 4ൽ രാഹു, 7ൽ ചൊവ്വ. 7 ചൊവ്വ കഴിഞ്ഞാൽ വിവാഹം നടക്കില്ലെന്നൊരു കണക്കുണ്ട്. അതായത് 7 ചൊവ്വ ചിലവർക്ക് വിവാഹം നടക്കാതെ പോകും. ഭഗവാന്റെ ജാതകത്തിലും മഹിഷിയാണ് ആഗ്രഹിച്ചത്. അത് ആഗ്രഹം, അത് യോഗ്യതയല്ല. മഹിഷിക്ക് ഭഗവാനെ വിവാഹം കഴിക്കാനുള്ള ഒരു യോഗ്യതയില്ല, എന്നാലും ആഗ്രഹിച്ചു. അങ്ങനെയാണ് പറയുന്നത് കന്യയ്യപ്പൻ എന്ന് നിർത്തലാവുന്നു. കന്യയ്യപ്പൻ വരാതിരുന്നാൽ വിവാഹം കഴിച്ചോളാം, താഴെ ഇരിക്കുകയല്ലേ അമ്മ. അപ്പം ആ ഒരു ഇത് പറഞ്ഞു. അത് സംഭവിക്കില്ലല്ലോ, കന്യയ്യപ്പൻ വരെ വരാതിരിക്കില്ലല്ലോ. അപ്പം ഭഗവാന്റെ സ്വാമി അയ്യപ്പൻ്റെ ജാതകത്തിൽ 7ൽ കുജൻ. അപ്പോൾ 7ൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അഗ്നി കാണണം. പണ്ട് ചില വീടുകളിലൊക്കെ ഒരു കൊച്ചു വീട്ടിലുണ്ടെങ്കിൽ 7 ചോളൊരു കുഞ്ഞുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ നമുക്ക് കൈവിട്ടുപോയി. അതൊക്കെ ആ പകർന്ന് നൽകാതെ ഫ്രണ്ടിൽ തൂക്കുകളൊക്കെ ഇടും. ചില വീടുകളിൽ കത്തിക്കും, വിളക്ക് കത്തിക്കും. 7 ചുവകളുടെ ഒരു കണക്കാണ്. അഗ്നി കാണണം. നമ്മൾ വീടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അഗ്നി കാണണം. ഇപ്പോൾ ഭഗവാന്റെ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആഴിയിൽ നെയ്ത്തങ്ങ എറിയണത്, അഗ്നി ഉണ്ടല്ലോ. ഭഗവാന്റെ ഫ്രണ്ടിൽ തന്നെ അഗ്നിയുണ്ട്. അത് 7 ചൊവ്വയുടെ. ഇത് സത്യമാണ്. ശ്രീരാമൻ്റെ ജാതകത്തിൽ എടുക്കുകയാണെങ്കിലും പഞ്ചമഹാപുരുഷമുള്ള ജാതകം. പിന്നെ സംഭവിച്ചത് നീചൻ നോക്കിപ്പോയി. ഗുരു കുജൻ നീചൻ നോക്കി, രവിയും ശനിയും നീചൻ നോക്കി, ഉച്ചൻ നോക്കി. നീചനല്ല, അതായത് കർക്കിടകത്തിലെ ഗുരുവിനെ മകരത്തിലെ ചൊവ്വ, 2 ഉച്ചനാണ്. ഉച്ചൻ നോക്കുമ്പോൾ നീചൻ്റെ പവർ എന്നാണ് പറയുന്നത്. തിരിച്ചും മേടത്തിലെ രവിയെ തുലാത്തിലെ ശനി നോക്കുമ്പോഴും. അപ്പം ഭാര്യയെ കൊണ്ടുള്ള ഒരു ദുരിതവും ഉണ്ടായി പിതാവിനെ കൊണ്ട്. പിതാവ് ഭാര്യയുടെ വാക്ക് കേട്ടിട്ടല്ലേ, 2ാം ഭാര്യയുടെ വാക്ക് കേട്ടിട്ടല്ലേ പറഞ്ഞു വിടുന്നത് കാട്ടിലോട്ട്, 14 വർഷം വനവാസം. അപ്പോൾ ഭഗവാനും ആ കഷ്ടത ഉണ്ടായി. പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ABC മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.